മുറിച്ച് കളഞ്ഞല്ലോ. അപ്പൊ അവളെ അത്രത്തോളം അവന്റെ പെങ്ങക്ക് കണ്ടൂടെ. അവന്റെ പെങ്ങക്ക് വേണ്ടിയാ സാറ് ചെയ്തല്ല, അവന് വേണ്ടി അല്ല ചെയ്ത്. എനിക്ക് നല്ല പോലെ അറിയാം. അല്ലെങ്കിൽ അവന്റെ കൂടെ എൻ്റെ മോള് പോകുമ്പോ ഇവക്ക് എന്താ ഇത്രയും ദോഷം? അവളെ ഭർത്താവിന്റെ കൂടെ അവളെവിടെ എല്ലാം പോകുന്നത്. എൻ്റെ മോക്ക് ഒരു പരാതിയോ പരിവോ ആരെയും ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല എൻ്റെ മോള്. അങ്ങനെ ഒരു സ്ത്രീയായിരുന്നു അവള് പഞ്ചപാവമായിരുന്നു സാറേ. നാട്ടിലേക്ക് വരാനായിട്ട് ഒരു ശ്രമം നടത്തിയിട്ട് അതും വിജയിച്ചില്ല എന്ന് കേൾക്കുന്നു. ഈ മോളും കുഞ്ഞു അതല്ലയോ സാറേ, എൻ്റെ കുഞ്ഞ് ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് നീ കൊച്ചിനെയും കാണാൻ ഞാൻ അങ്ങോട്ട് പോകാനിരുന്നേ. അപ്പോൾ എനിക്ക് വലിയൊരു ട്രീറ്റ്മെൻറ്റൊക്കെ വന്ന് ഞാൻ അന്നേരം പറഞ്ഞ് അമ്മ എന്തായാലും റെസ്റ്റ് എടുത്തിട്ട് അമ്മ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവൾക്കൊരു മാനസികമായിട്ട് അവളെ മേടിൻ്റെയൊക്കെ പറഞ്ഞു, എനിക്ക് അമ്മയെ ഒന്ന് കാണാൻ തോന്നുന്നു, അമ്മക്ക് രണ്ടുപേർക്കും കൊച്ചുമായിട്ടൊന്ന് പോകാമെന്നും പറഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ കൊച്ചിൻ്റെ ഐ ഡി കാണുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ ഞങ്ങൾ സ്വർണം കാണുന്നില്ല. അപ്പോൾ ഐ ഡിയും സ്വർണവും എല്ലാം എടുത്തുകൊണ്ട് അവൻ അങ്ങ് പോയി. അപ്പോൾ ഇവൾ വിളിച്ച് ചോദിച്ചെന്ന് ഐ ഡി ഉണ്ടായിരുന്നു, അവൻ കൊടുത്തില്ല. അതാണ് എൻ്റെ മോള് ആ പരാജയവുമായി. അതുകൊണ്ട് എൻ്റെ മോക്ക് എനിക്ക് എൻ്റെ മോളെ എൻ്റെ മോക്ക് ഇത് സംഭവിക്കത്തില്ലായിരുന്നു സാറേ. അവൻ ഈ ഐ ഡി എടുത്തോണ്ട് പോയില്ലായിരുന്നെങ്കിൽ കേട്ടോ, എൻ്റെ മോളെ എനിക്ക് കാണാമായിരുന്നു. എൻ്റെ മോക്ക് എന്നെ കാണാതന്നെയാ സാറേ പോയത്. ഒന്ന് ആലോചിച്ച് നോക്ക്, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം വെച്ച് മൂടിപ്പോയത്. പറ്റത്തില്ല സാറേ. ഇവളെ വെറുതെ വിടരുത്. എൻ്റെ കുഞ്ഞിനെ കല്യാണം അതിന് നല്ലൊരു ജോലി കിട്ടിയത് പ്രശ്നം ഉണ്ടാക്കി കളഞ്ഞാദ്യം. അവനെ കൊണ്ട് ആ ജോലിയും കളയിച്ച്. അപ്പോട്ടെ എൻ്റെ മോൾ എവിടെ ചെന്നാലും അവളെ ബുദ്ധി കൊണ്ട് അവൾക്ക് ജോലി പിന്നെയും കിട്ടി കേട്ടോ. നല്ലൊരു കമ്പനിയിൽ ജോലിയായി കഴിഞ്ഞാൽ അവൾക്ക് ഭ്രാന്ത് അത് കളയിച്ച്. സാറേ എനിക്കറിയാം അവൻ്റെ പെങ്ങളും അച്ഛനും അത് ചെയ്യും. അതെനിക്ക് നല്ല ഉറപ്പാണ്. അവൻ്റെ പെങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനെ കണ്ണേറിയ കണ്ടൂടാ. അതെനിക്ക് നല്ല ഉറപ്പാണ്. ഒരു തരത്തിൽ ഒരു സ്വന്തം ഭർത്താവിൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാനൊരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത നാത്തുമാരുണ്ടോ? എവിടെയെങ്കിലുണ്ടോ? എൻ്റെ കുഞ്ഞും അവൻ്റെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് എവിടെയെങ്കിലും പോയാൽ അന്ന് അവൾ പ്രശ്നമാണ്. ഉടനെ അവനെ വിളിപ്പിക്കും. അവൻ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയായിട്ട് പോയാൽ ഒരു കുഴപ്പമില്ല, എൻ്റെ മോളുമായിട്ട് പോകരുത്. അതാണ് അവളെ വാശി. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നാത്തു ഭർത്താവിൻ്റെ പെങ്ങള്. അവളവിടെ വലിയ പൊസിഷനിൽ ജോലിയുള്ള ആളാണ്. ഇതൊക്കെ പോരാഞ്ഞിട്ട് സർവ്വതിനും ഈ ആങ്ങളെ വേണം. കൊച്ചിനെ സ്കൂളിലാക്കണം, അവൾക്ക് മീൻ മേടിക്കാൻ പോകണമെങ്കിൽ, അവളെ ഓഫീസിലാക്കാൻ പോകണമെങ്കിൽ എല്ലാത്തിനും ഈ ആങ്ങളെ വേണം. ഞാൻ ഒരു ദിവസം ഞാൻ ചോദിച്ച്, അവൾ അച്ഛനോട് ചോദിച്ച്, എന്താ അച്ഛാ ഇങ്ങനെ ഒരു കാര്യത്തിന് അവളെ ഭർത്താവ് പോകത്തില്ലേ, എല്ലാത്തിനും ഈ നിതീഷുമായി. അപ്പോൾ എൻ്റെ മോളെ കാര്യങ്ങൾക്ക് ആരും പോവും. ഒരു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ആളുകളെ മെയ്ഡിനെ കൊണ്ടുപോകണം. അപ്പോൾ അവൾ ഒരു കാര്യത്തിനും എൻ്റെ മോക്ക് അവനെ വിട്ടു കൊടുക്കില്ല എന്ന് വാശി. ഉപദ്രവിക്കുന്നത് ഇപ്പം ഞാൻ ഈ ഫേസ്ബുക്കിലാണ് ഞാൻ ഇതെല്ലാം കാണുന്നത് സാറേ. എൻ്റെ മോൾ എന്തോരം പീഡനം അനുഭവിച്ചിരിക്കുന്ന ആ ഫോട്ടോ കണ്ടിട്ട്. എന്നിട്ട് ഈ അമ്മയെ അറിയിക്കേണ്ടത് അവൾ പറഞ്ഞല്ലോ, അമ്മയെ അറിയിക്കാതെ പോയില്ലേ. ഞാനിത് കണ്ടപ്പോഴാണ് എൻ്റെ മോൾ ഇത്രയും സഹിച്ചു എന്ന് ഞാൻ അറിയുന്നത്. ഞാൻ അനുവദിക്കത്തില്ലായിരുന്നു. ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ മോളൊക്കെ അവനോട് അവൻ മതിയായിരുന്നു. അവനെ പിന്നെ എല്ലാം സഹിച്ചത് അവന് എൻ്റെ അമ്മ അനുഭവിച്ചത് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ അതെല്ലാം എൻ്റെ അമ്മയെ അറിയിച്ചാലോ എന്ന് കരുതിയായിരിക്കും.